ഏകാദശി നാളിൽ ഉദയാസ്തമന പൂജ നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇത് നടത്താനിടയായിട്ടുള്ള സാഹചര്യം സുപ്രീം കോടതി വിധിയുടെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ വർഷത്തെ അതേ ഇത് തന്നെയാണ് ദേവപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. കാരണം കഴിഞ്ഞ വർഷം ഈ ഉദയാസ്തമന പൂജ മാറ്റിവെക്കുന്നത് കൊണ്ട് അതിൽ ദേവന് വല്ല ഹിതവുമുണ്ടോ എന്നുള്ള ഒരു ദേവപ്രശ്നമാണ് നോക്കിയത്. അതിൽ ദേവന് അഹിതമൊന്നുമില്ല എന്നുള്ളതായിരുന്നു. അതേ ഇത് തന്നെയാണ് ഇത്തവണത്തെ ഇതിലും തിരുമേനി ഞങ്ങൾക്ക് തന്നിട്ടുള്ള സുപ്രീം കോടതി അതെ, അതെല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നു, ഭരണസമിതിയുടെ തീരുമാനമല്ല, അത് തന്ത്രി എന്ത് ചെയ്യുന്നു, തന്ത്രി എന്നുള്ള രീതിയിൽ തന്ത്രി എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നൊരു ഇതാണ്. അപ്പം അതിലുണ്ടായിട്ടുള്ള ഇത് അറിയിച്ചു. പക്ഷേ അത് ശരിക്കും ഭഗവാന് ഹിതകരമല്ലാത്ത വിധത്തിലാണ് ഉദയാസ്തമന പൂജ നടക്കുന്നത്. അങ്ങനെ ഇപ്പൊ കോടതിയുടെ ഉത്തരവാണ് നടക്കുന്നത്. കോടതി ഉത്തരവ് അനുസരിച്ചാണ് ഇനി അതിനകത്ത് ഇല്ലില്ല. കാരണം ആ കേസ് ഇനിയിപ്പം മാർച്ച് മാസത്തിലേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഒരിടക്കാല ഉത്തരവിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, പരിഹാരക്രിയയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് എന്ത് ചെയ്യും, വേണ്ടിവരും. അത് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാനുമുള്ള ഒരു ധാരണ ആയിട്ടുണ്ട്. അങ്ങനെയാണ്, അത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം തന്ത്രിയുടെ അഭിപ്രായം ഭരണസമിതി ആരാഞ്ഞിരുന്നുവെന്നും ഇതേ തുടർന്ന് തന്ത്രി പ്രശ്നം വെച്ച് നോക്കിയതിൽ ഏകാദശി ദിവസം ഉദയാസ്തമയ പൂജ മാറ്റിവെക്കുന്നതാണ് ദേവന് ഹിതമെന്ന് കണ്ടിരുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു.